കണ്ണ് വെട്ടുമ്പോഴായിരിക്കും നമുക്ക് പുഴുക്കൾ വന്ന് ആക്രമിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നല്ല രീതിയിൽ വലിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ബ്രൊക്കോളിയാണ്. ഇതിപ്പം എനിക്ക് ആ കളയാനുള്ള മടി കൊണ്ട് ഞാൻ പിന്നെ അവിടെ നിർത്തിയതാണ്. നല്ല വലുപ്പത്തിൽ വന്നിട്ടുള്ള ബ്രൊക്കോളി ആയിരുന്നേ. അപ്പം ഒരു 2-3 ദിവസം ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇതിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ഇത് മൊത്തം പുഴു തിന്നു. കണ്ടോ, ഇതിനകത്ത് ഒന്നുമില്ല. ഞാനിപ്പോൾ ഈ നിർത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെയും കിളർത്ത് ബാക്കി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് എടുക്കാമെന്നുള്ള രീതിയിൽ ഞാനൊന്ന് പരീക്ഷണാർത്ഥം നിർത്തിയിരിക്കുകയാണ്. നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ കൃഷിയുടെ ഭാഗമാണ്. നഷ്ടങ്ങളുണ്ടായിരിക്കും, ലാഭങ്ങളുണ്ടായിരിക്കും. എന്നാലും നമ്മൾ പിന്നെയും കൃഷി ചെയ്യുക. ഇത് മാത്രമല്ല കേട്ടോ, കുറച്ച് കോളിഫ്ലവറും ഒക്കെ അപ്പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നതെല്ലാം പുഴു കഴിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം, അതുകൂടെ കാണിക്കാം. എന്തായാലും സക്സസ് മാത്രമല്ല, നമ്മുടെ നഷ്ടങ്ങളും കൂടെ നിങ്ങളെ ഞാൻ കാണിക്കാറുണ്ട്. ഈ സൈഡിൽ കോളിഫ്ലവർ നിന്നിട്ടുണ്ടായിരുന്നത് ഇത് മൊത്തം പുഴു കഴിച്ചു, കണ്ട. അപ്പോൾ ഇതിൽ പുഴുക്കൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, തേങ്ങാവെള്ളം ഉണ്ടല്ലോ, നമ്മളുടെ വീട്ടിൽ തേങ്ങാവെള്ളം, ഒരു തേങ്ങ പൊട്ടിച്ചെടുക്കുമ്പോൾ എത്രയാണോ വെള്ളം കിട്ടുന്നത് അതിനകത്തൊരു 3 ഇരട്ടി പച്ചവെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് തളിച്ചു കൊടുക്കും. എല്ലാത്തിലും അങ്ങനെ തളിച്ചു കൊടുക്കുമ്പോഴത്തേന് അന്നത്തെ ദിവസം പുഴുക്കളുടെ ഒരു 3 ദിവസത്തേക്ക് പുഴുക്കളുടെ ശല്യം ഉണ്ടാകത്തില്ല.